എന്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറയിൽ. എന്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ, പൂർണ്ണ സമാധാനം ഉണ്ടിപ്പാറയിൽ. അവൻ മരണത്താലാണ് മരണത്തെ തോൽപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ മരണം ഒരിക്കലും ഒരു പരാജയം ആയിരുന്നില്ല. അവൻ പുനരുത്ഥാനം പ്രാപിച്ചപ്പോഴല്ല മരണത്തെ തോൽപ്പിച്ചത്. എപ്പോഴ്? അവന്റെ മരണത്താൽ അവൻ മരണത്തെ തോൽപ്പിച്ചു. പുനരുത്ഥാനം അടുത്ത സംഭവമാണ്. എന്നാൽ ആ റിക്കൺസിലിയേഷന്റെ ആക്ട്, ഇതൊരു റിക്കൺസിലിയേഷന്റെ പ്രവൃത്തിയാണ്, നിരപ്പിന്റെ പ്രവൃത്തിയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നത് എന്റെ കാഴ്ചയുടെ ലോകത്തിലല്ല, എന്റെ വെളിപ്പാടിന്റെ ലോകത്തിലാണ്. അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. യേശുവിനെ ജഡപ്രകാരം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അതാണ് ജഡപ്രകാരം അറിയുക എന്ന് പറയുമ്പോൾ. അങ്ങനെ പാപത്തിൽ മരിച്ചിരുന്ന എന്നെ അവൻ ദൈവത്തിന് ജീവിപ്പിച്ചു. I was dead in sin. പാപത്തിന് മരിച്ചതല്ല, പാപത്തിൽ മരിച്ചിരുന്നവനായ എന്നെ. I was dead in sin. I was dead towards God. ഞാൻ ദൈവത്തിന് മരിച്ചവനായിരുന്നു. എന്നുവെച്ചു കഴിഞ്ഞാൽ എനിക്ക് ദൈവവുമായിട്ട് സജീവമായ ബന്ധമുണ്ടായിരുന്നില്ല. ദൈവം ഒരു റിയാലിറ്റിയാണ്, ഞാൻ മറ്റൊരു റിയാലിറ്റി, ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ്. അല്ലെങ്കിൽ ഞാൻ ആയിക്കോട്ടെ സ്പിരിറ്റ്, എനിക്ക് ആത്മാവുണ്ടൊക്കെ ശരിയാണ്, പക്ഷേ ആത്മാവാകുന്ന ദൈവവുമായിട്ട് എനിക്ക് നിരപ്പില്ലായിരുന്നു. ഞാൻ ദൈവത്തിന് മരിച്ചവനായിരുന്നു. ഞാനും ദൈവമായിട്ട് എന്ത് ബന്ധം? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് വിളിക്കുന്നുമൊക്കെ ഉണ്ട്, ദൈവമേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, അവൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുമുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ എന്തില്ല? സജീവമായ ബന്ധമില്ലായിരുന്നു. കാര്യം നിരപ്പില്ലായിരുന്നു. എനിക്കും ദൈവത്തിനും മധ്യത്തിൽ ഒരു വലിയ വിടവുണ്ടായിരുന്നു. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ അവന്റെ മരണത്താൽ ഒരു കൈ കൊണ്ട് എന്റെ കയ്യിൽ പിടിച്ചു, മറ്റേ കൈ കൊണ്ട് ദൈവത്തിന്റെ കയ്യിൽ പിടിച്ച് എന്നെയും ദൈവത്തെയും അവൻ നിരപ്പിച്ചു, റിക്കൺസൈൽ ചെയ്തു. പിണങ്ങിയിരുന്ന, വിദൂരത്തിലായിരുന്ന എന്നെയും ദൈവത്തെയും അവൻ റിക്കൺസൈൽ ചെയ്തു. അതാണ് അവിടെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ക്രൂശിൽ സംഭവിക്കുന്ന ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. ദാറ്റ്സ് എ സ്പിരിച്വൽ റിയാലിറ്റി ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ദ ക്രോസ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് 1 ജോൺ 4-ാം അധ്യായത്തിന്റെ വേഴ്സ് 9, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അവനാൽ ജീവിക്കേണ്ടതിന്. നമ്മളെ ദൈവം എങ്ങനെ അയച്ചു? അല്ലെ, ദൈവം തന്റെ പുത്രനെ എന്തിനു വേണ്ടി അയച്ചു? സോ ദാറ്റ് വി മേ ലിവ് ത്രൂ ഹിം. ഇറ്റ് ഈസ് ലിവിംഗ് ത്രൂ ഹിം, ദാറ്റ് വി മൈറ്റ് ലിവ് ത്രൂ ഹിം. അവനിലൂടെയാണ് ഞാൻ ജീവിച്ചത്. അല്ലെങ്കിൽ എനിക്ക് സ്വയം ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ രക്ഷപ്പെടുകയല്ലായിരുന്നു, നമ്മൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ ഈ മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത് കർമ്മണി പ്രയോഗം, കർത്തരി പ്രയോഗം എന്ന് പറയുമല്ലോ, അല്ലേ? നമ്മുടെ കർമ്മമല്ല, അതിനൊരു കർത്താവുള്ളത് കൊണ്ട്, അതായത് അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് അതാണല്ലേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ എന്ന് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ രക്ഷപ്പെട്ടോ എന്നല്ല ചോദിക്കുന്നത്. കാര്യം രക്ഷപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ രക്ഷപ്പെടുകയാണ്, രക്ഷപ്പെട്ടല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ രക്ഷപ്പെട്ടോ എന്നല്ല ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? രക്ഷിക്കപ്പെട്ടോ. കാര്യം ദൈവം തന്റെ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ. God was sending his son so that we might live through him. അവനാൽ ജീവിക്കുകയാണ്. ഇതാണ് അതിന്റെ ആദ്യ പടി. അവിടെയാണ് റിക്കൺസിലിയേഷൻ നടക്കുന്നത്. റിക്കൺസിലിയേഷൻ നടക്കാതെ നമുക്ക് ഒരിക്കലും ലൈഫ് ഉണ്ടാകത്തില്ല. കാര്യം ലൈഫ് എന്ന് പറയുന്നത് ഒറ്റ ഒരാളിലേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇൻ ഗാഡ്. വേറെ ആരിലും ലൈഫില്ല, ഒരു മനുഷ്യനിലും ലൈഫില്ല. കാണുമ്പം ഭൗതികമായ ജീവനുണ്ടെങ്കിലും നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുന്ന ജീവൻ ആരിലുമില്ല. എന്നെ ജീവിപ്പിക്കാൻ കഴിയുന്ന ജീവൻ ആരിൽ മാത്രമേ ഉള്ളൂ? യേശുവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഐ ആം ദ ലൈഫ്, ദി വേ, ദ ട്രൂത്ത്. അവൻ ജീവനാണ്. കർത്താവ് പറഞ്ഞു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമായിട്ടാണ് ഞാൻ വന്നത്.
പ്രിയമുള്ളവരെ, നമുക്ക് ജീവൻ ഉണ്ടാവുകയല്ല, നമുക്ക് ജീവൻ നൽകാൻ, അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ദൈവം എന്ത് ചെയ്യുകയാണ്? അവനാൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന്. വെറുതെ ഉണ്ടായി വരിക, സ്പ്രൗട്ട് ചെയ്ത് വരികയല്ല. എന്താണ്? അത് ഇമ്പാർട്ട് ചെയ്യുകയാണ്, ലൈഫ് ഇമ്പാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ജീവൻ പകർന്നു കൊടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. സോ ദാറ്റ് വി മൈറ്റ് ഹാവ് ലൈഫ് ത്രൂ ഹിം. അവനിലൂടെ ജീവൻ ഉണ്ടാകേണ്ടതിനു വേണ്ടി, അവനിലൂടെ, ത്രൂ ഹിം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇതിന്റെ അടുത്ത പടി നമ്മൾ കാണുകയാണ്. ഒന്നാമതെന്താണ്? മരിച്ചിരുന്നവരായ നമ്മെ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ അവനോടുകൂടെ ഉയർപ്പിച്ചു, ജീവിപ്പിച്ചു, ഇല്ലേ? എന്നാല് അവനിലൂടെ നമുക്ക് ജീവൻ ഉണ്ടായാൽ അടുത്തത് 1 Thessalonians chapter 5 verse 9 and 10, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷപ്രാപിപ്പാൻ അത്രയും നിയമിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ജഡപ്രകാരം കാണുന്നതും ആത്മാവിൽ കാണുന്നതുമായിട്ടുള്ള വ്യത്യാസം ഞാൻ പറയുന്നത്. ജഡപ്രകാരം കാണുമ്പോൾ എ പേഴ്സൺ ഹു ഡൈഡ് ഫോർ അതേഴ്സ്, ഓക്കെ, ഫോർ അതേഴ്സ് എന്നുള്ളത് പോലും അതിനകത്ത് അതുപോലും വരുന്നില്ല, അതറിയത്തില്ല. ജഡപ്രകാരം നോക്കുമ്പോൾ യേശുവിന്റെ കാൽവരി ക്രൂശിൽ അവനൊരു പരാജയമാണ്, ജഡപ്രകാരം. എന്നാൽ ആത്മാവിൽ കയറുമ്പോൾ അവൻ മരിച്ചതിനു വേണ്ടിയാണ്, സോ ദാറ്റ് വി മൈറ്റ് ലിവ് ത്രൂ ഹിം. എന്നാൽ ഇവിടെ വീണ്ടും വരുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ? അവനിലൂടെ ജീവൻ പ്രാപിക്കുക തന്നെയല്ല, അവനിലൂടെ ജീവൻ നമ്മളെ പ്രാപിപ്പിച്ചത് അവനോട് കൂടെ ജീവിക്കാനാണ്. ഇറ്റ് ഈസ് ലിവിങ് വിത്ത് ഹിം. ആദ്യം എന്താണ് പറഞ്ഞത്? വി നീഡ് ടു ലിവ് ത്രൂ ഹിം, വി മൈറ്റ് ലിവ് ത്രൂ ഹിം. അവനിലൂടെ ജീവൻ പ്രാപിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവനോട് കൂടെ ജീവിക്കേണ്ടതിനാണ്. ഇതാണ് അടുത്ത പടി. പലരും ആദ്യത്തെ പടി കൊണ്ട് തന്നെ പരിപാടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര സ്തോത്രം, ഹല്ലേലൂയ, കർത്താവ് പാപത്തിൽ മരിച്ചിരുന്നവനായ എന്നെ ജീവിപ്പിച്ചു, ഹല്ലേലൂയ. ഇപ്പൊ ആരോടാ ജീവിക്കുന്നത്? ഇപ്പൊ ഞാൻ തന്നെയാ ജീവിക്കുന്നത്. തന്നെയാണെങ്കിലും വേണ്ടിയല്ല, ചിലപ്പോൾ പിശാചിനോട് ആയിരിക്കും ജീവിക്കുന്നത്. എന്നിട്ടും പഴയ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ എന്തിനാണ് അവനിലൂടെ നമ്മളെ ജീവിപ്പിച്ചത്? അവനോട് കൂടെ ജീവിക്കേണ്ടതിനാണ്, അവനോട് കൂടെ ജീവിക്കേണ്ടതിന്. ഞാൻ എന്റെ പാസേജ് അതല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, എന്താണ്, എന്തിനാണ് നമ്മളെ ഉയർപ്പിച്ചത്? സോ ദാറ്റ് വി മേ ലിവ് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. നാമും അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അതിനാണ് നമ്മളെ ഉയർപ്പിച്ചത്. അല്ലാതെ നമ്മളെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ പാപങ്ങളെ മോഹിച്ചിട്ട് നമ്മളെ വഴിക്കിട്ടേച്ച് പോകാൻ വേണ്ടി അല്ല. God wants us to live with Him. Through His death, we started living, or we got life through Him. അവനിലൂടെ നമുക്ക് ജീവൻ ലഭിച്ചു. പക്ഷെ എന്തിനു വേണ്ടി? അവനോട് കൂടെ ജീവിക്കേണ്ടതിന്. അവനോട് കൂടെ. അവിടെ എപ്പോഴാ? അതൊരു 366 days ബിസിനസ്സാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ആകയാൽ ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്. 24/7 ബിസിനസ്സാണ്, 366 days ബിസിനസ്സാണ്. ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും. നമ്മളെപ്പോഴും ഈ രണ്ടവസ്ഥയിൽ ഏതെങ്കിലും അവസ്ഥയിലാണല്ലേ? ഒന്നീ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉറങ്ങണം. അതിന്റെ അർത്ഥം എന്താണ്? യേശു നമ്മളെ ജീവിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒരു നിമിഷം പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യേശുവിനോട് കൂടെ അല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല. ഒരു നിമിഷം പോലും, ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും അവനുമായിട്ടുള്ള സജീവ ബന്ധത്തിലല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സോ വി ആർ ലിവിങ് വിത്ത് ഹിം. ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും അവനോടുകൂടെ ജീവിക്കുന്നു. എന്നാൽ എന്തിനാണ് അവനോടുകൂടെ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആത്യന്തികമായി എന്താണെന്ന് നമ്മുടെ പാസേജിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പാസേജിൽ അവിടെ പറയുന്നു, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. അതായത് ദാറ്റ് വി മൈറ്റ് ലിവ് ഫോർ ഹിം. ആദ്യം എന്താ പറഞ്ഞത്? വി മൈറ്റ് ലിവ് ത്രൂ ഹിം. രണ്ടാമത് എന്താണ്? ലിവ് വിത്ത് ഹിം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ഹിം.
ആത്യന്തികമായി നമ്മൾ എന്തിനു വേണ്ടിയാണ് കർത്താവ് ജീവൻ നൽകിയത്? അവനിലൂടെ നമ്മൾ ജീവൻ പ്രാപിച്ചു. എന്തിന്? അവനോട് കൂടെ, അവനിലൂടെ ജീവൻ പ്രാപിച്ചു. എന്തിന്? അവനോട് കൂടെ ജീവിക്കേണ്ടതിന്. അവനോട് കൂടെ ജീവിക്കുന്ന എന്തിനാണ്? അവനായിട്ട് ജീവിക്കേണ്ടതിന്. ദാറ്റ് വി സ്റ്റാർട്ട് ലിവിങ് ഫോർ ഹിം. ഇതിനടുത്ത പടികളുണ്ട്, പക്ഷേ ഞാൻ ഇവിടെ ആ ഭാഗത്തെ അവസാനിപ്പിക്കുകയാണ്. യേശുവിനെ ഞാൻ എന്റെ ആത്മാവിൽ അനുഭവിക്കുകയാണ്, പക്ഷെ ഞാൻ ജീവിക്കുന്നത് ശരീരത്തിലാണ്. എന്റെ ശരീരം മരിച്ചിട്ടില്ല. ഞാൻ ജഡത്തിലല്ല ജീവിക്കുന്നത്. എവിടെയാണ് ജീവിക്കുന്നത്? ശരീരത്തിൽ. ഐ നോ ഹിം ഇൻ സ്പിരിറ്റ് ആൻഡ് ഐ ലിവ് ഇൻ ബോഡി. മനസ്സിലായല്ലോ? ഞാൻ ആത്മാവിൽ, ഞാൻ ജഡപ്രകാരമല്ല ഇപ്പോൾ യേശുവിനെ അറിയുന്നത്. ഒരിക്കൽ ഞാൻ ജഡപ്രകാരമാണ് അറിഞ്ഞത്, പക്ഷേ നൗ ഐ നോ ഹിം ഇൻ സ്പിരിറ്റ്. അവനെ ഞാനിപ്പോൾ ആത്മാവിൽ അറിയുന്നു, അവനെ ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നു. അവൻ എനിക്കൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ അവന്റെ കൂടെയാണ് നടക്കുന്നത്. അവൻ എന്നെ ജീവിപ്പിച്ചു. ഞാനിപ്പോൾ എന്തിനു വേണ്ടി? അവൻ എന്നെ ജീവിപ്പിച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ അവനോട് കൂടെയാണ് ജീവിക്കുന്നത്. ഐ വാക്ക് വിത്ത് ഹിം, ഐ ടോക്ക് ടു ഹിം, ഐ എക്സ്പീരിയൻസ് ഹിം, ഹി പാറ്റ് ഓൺ മൈ ഷോൾഡേഴ്സ്. അവൻ എനിക്കൊരു യാഥാർത്ഥ്യമാണ്, ഒരു ലിവിംഗ് റിയാലിറ്റിയാണ്. എന്തിന്? ഞാൻ അവനു വേണ്ടി ജീവിക്കേണ്ടതിന്. അവനു വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എവിടെയാണ്? ഇൻ മൈ ബോഡി, എന്റെ ശരീരത്തിൽ. അവനു വേണ്ടി ഞാൻ സ്വർഗത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. യു അണ്ടർസ്റ്റാൻഡ്? അവനു വേണ്ടി എനിക്ക് ജീവിക്കാൻ എവിടെ പറ്റുള്ളൂ? സ്വർഗത്തിൽ ഞാൻ അവനോട് കൂടെയാണ് ജീവിക്കുന്നത്, പക്ഷേ സ്വർഗത്തിൽ ഞാൻ അവന് വേണ്ടിയല്ല ജീവിക്കുന്നത്. അവന് വേണ്ടി ഞാൻ എവിടെയാ ജീവിക്കുന്നത്? ഈ ഭൂമിയിൽ. എവിടെ? എന്റെ ശരീരത്തിൽ. അപ്പൊ എന്റെ ഈ ശരീരം മുഴുവൻ ഞാൻ ആർക്ക് വേണ്ടി കൊടുത്തിരിക്കുക? അവൻ ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുകയാണ്. എന്റെ ശരീരത്തെ ഞാൻ എന്തിനു കൊടുത്തിരിക്കുകയാണ്? അവൻ ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? when I see people, I talk to him. ഞാൻ ആളുകളോട് സംസാരിക്കുന്നു. ആർക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്ക് പകരം സംസാരിക്കുന്നു? യേശുവിന് പകരം സംസാരിക്കുന്നു. യേശുവിനെ അറിയേണ്ടതായ ആളുകളുടെ അടുത്തേക്ക് ഞാൻ എന്റെ കാലുകൾ വെച്ച് നടന്നു ചെല്ലുന്നു. ബിക്കോസ് ജീസസ് ലിവ്സ് ഇൻ മൈ ബോഡി. യേശു എന്റെ ശരീരത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ഇനി ജഡത്തിൽ ജീവിക്കുന്ന ഞാൻ എന്താണ്? എനിക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്. ജഡത്തിൽ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ, ഇൻ മൈ ബോഡി, നോട്ട് ഇൻ മൈ ഫ്ലഷ്. ഞാൻ എന്ത് ചെയ്യുന്നു? യേശുവിനെ അറിയേണ്ടവരുടെ അടുത്തേക്ക് ഞാൻ നടന്നു ചെല്ലുന്നു. എന്റെ അയൽക്കാരന്റെ അടുത്തേക്ക് ഞാൻ നടന്നു ചെല്ലുന്നു. കാര്യം അവൻ യേശുവിനെ വേണം. യേശുവിന് അവന്റെ അടുത്ത് പോകണം. യേശുവിന് അവന്റെ അടുത്ത് പോകാൻ ഇപ്പോൾ യേശു ശരീരത്തിലില്ല. പക്ഷേ എന്റെ ശരീരത്തിൽ ആര് ജീവിക്കുന്നു? യേശു ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ നടന്നു ചെല്ലുമ്പോൾ ആര് നടന്നു ചെല്ലുകയാണ്? യേശു നടന്നു ചെല്ലുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ അവനോട് ആര് സംസാരിക്കുകയാണ്? യേശു സംസാരിക്കുകയാണ്. ഞാൻ അവന്റെ സങ്കടത്തിൽ അവനെ സഹായിക്കുമ്പോൾ ആര് സഹായിക്കുകയാണ്? യേശു സഹായിക്കുകയാണ്. ഞാൻ യേശു എന്നിൽ ജീവിക്കാൻ അനുവദിക്കുകയാണ്. അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ചാൾസ് പ്രൈസിന്റെ ഒരു ബുക്കിന്റെ പേര് ഇതാണ്, സ്റ്റോപ്പ് ലിവിംഗ് ഫോർ ജീസസ്, ലെറ്റ് ജീസസ് ലിവ് ഇൻ യു. അതാ ഞാൻ പറഞ്ഞ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ ശരീരം ആർക്ക് കൊടുത്തിരിക്കുകയാണ്? യേശുവിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ യേശുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷേ അതിനടുത്ത പടിയായി ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന് വേണ്ടി ഞാൻ തീരുമാനമൊന്നും എടുക്കുന്നില്ല. യേശുവിന് വേണ്ടി ഞാനൊന്നും എടുക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ യേശുക്രിസ്തു ഞാനും ഏകാത്മാവിലാവുകയാണ്. കൊരിന്ത്യലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവരുമായി ഒരു ദേഹമായി തീർന്നു എന്ന് എഴുതിയിട്ടില്ലയോ? കർത്താവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. എന്തൊരു ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷനാണ് പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്, ദേ ഷാൽ ബിക്കം വൺ ഫ്ലഷ്. അവർ ഒരു ദേഹമായി തീരും. പക്ഷേ യേശു കർത്താവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഒരു ദേഹമല്ല ആയിത്തീരുന്നത്. എന്തായിത്തീരും? ഏകാത്മാവായിത്തീരും. അപ്പൊ പിന്നെ യേശു ആണ് എന്നിൽ ജീവിക്കുന്നത്. അവിടെയാണ് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കണം. പക്ഷേ യേശുവിന് വേണ്ടി ജീവിക്കുന്നതിനപ്പുറത്ത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? യേശു എന്നിൽ ജീവിക്കുകയാണ്. ഇപ്പോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മളിപ്പം മനുഷ്യര് കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം എന്താണെന്നറിയാമോ? ഗോഡ് ഈസ് ഫോർ മീ എന്നാ പറയുന്നത്. ദൈവം എനിക്ക് വേണ്ടി. അതൊരു തെറ്റായ തിരിച്ചറിവാണ്. അല്ലെങ്കിൽ
ദൈവം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. പക്ഷെ അതൊരു റിലീജിയന്റെ കാഴ്ചപ്പാടാണ്. ഒരു മതത്തിനും അങ്ങനെ തന്നെയാ. എന്തിനു വേണ്ടി ആളുകൾ അവരുടെ ദൈവത്തെ വിളിക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ആളുകൾ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോകുന്നത്? വിഗ്രഹം അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അല്ലാതെ വേറെ ഒന്നിനും അല്ലല്ലോ. അതിനുവേണ്ടി അവർ ചിലപ്പോൾ നേർച്ച കൊടുത്തെന്നിരിക്കും. പക്ഷേ അവരുടെ ചിന്ത എന്താണ്? ദൈവം എനിക്ക് വേണ്ടി. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളൊരു റിലീജിയസ് ചിന്തയാണ്, സ്പിരിച്വൽ ചിന്തയല്ല. നമ്മുടെ ചിന്ത എന്താണ്? അവൻ എന്നെ അവന്റെ മരണത്തിലൂടെ ജീവിപ്പിച്ചു. എന്തിന്? അവനോട് കൂടെ ജീവിക്കേണ്ടതിന്. അവനോട് കൂടെ ജീവിക്കുമ്പോൾ ഞാൻ എന്റെ ശരീരത്തിൽ ആണ് ജീവിക്കുന്നത്, അവനോട് കൂടെ. ആത്മാവിലാണ് ഞാൻ അവനെ അറിയുന്നത്. പക്ഷെ ജീവിക്കുന്നത് എവിടെയാണ്? ശരീരത്തിലാണ്. ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നത് അവന് വേണ്ടിയാണ്. പക്ഷേ ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നു, എന്ത്? എന്റെ ശരീരത്തിൽ അവൻ കൺട്രോൾ ചെയ്ത് അവനാണ് ജീവിക്കുന്നത്. അവന് വേണ്ടി ജീവിക്കുന്നതിന് പകരം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവനങ്ങ് ജീവിക്കുകയാണ്. സോ ഇൻ മൈ ബോഡി വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. അതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം വി മൈറ്റ് ലിവ് ത്രൂ ഹിം സോ ദാറ്റ് വി മേ ലിവ് വിത്ത് ഹിം, ആൻഡ് ദെൻ വി മേ ലിവ് ഫോർ ഹിം, ആൻഡ് ഫൈനലി വി അണ്ടർസ്റ്റാൻഡ് വി ലിവ് ഇൻ ഹി ലിവ്സ് ഇൻ മീ. അവസാനം എന്താണ്? അവൻ നമ്മളിൽ ജീവിക്കുന്നതായ ഒരു സ്റ്റേജ്.
എന്റെ